Hello everyone. നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡ് എക്സാമിനും അതോടൊപ്പം തന്നെ JEE കീം പോലുള്ള എല്ലാ എൻട്രൻസ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പം പഠിക്കാം. റെഡി? ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു കാര്യം പഠിക്കണം. എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, സിമ്പിളി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ് ട്രാൻസ്പോസ്? ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ എങ്ങനെയാണ് കിട്ടുക? ഒന്നുമില്ല. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കിട്ടാൻ വേണ്ടിയിട്ട് അവന്റെ റോയെയും കോളയും പരസ്പരം എന്താക്കിയാൽ മതി? ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, സപ്പോസ് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എൻ്റെ കയ്യിലുണ്ട്. 1 2 3 അല്ലെ 4 5 6 ആണെന്ന് വിചാരിക്കുക. റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് അല്ലെ എന്ന് പറഞ്ഞാൽ 1 2 3 അല്ലെ 4 5 6 നേരെ ഇങ്ങനെ വരും അല്ലെ. അഥവാ ഈ റോ എന്തായിട്ട് മാറി മക്കളെ? കോളമായിട്ട് മാറി അല്ലെ. അതേപോലെ തന്നെ എന്താണ്? യെസ്, കോളംസ് എന്തായിട്ട് മാറി? റോസ് ആയിട്ട് മാറി. ഓക്കെ, അതാണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ തിയറികളും കാര്യങ്ങളും എക്സ്ട്രാ അതിലേക്ക് ഡെപ്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കിടക്കുന്നില്ല. നമുക്ക് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും പഠിക്കാനുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലംസ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ട്രാൻസ്പോസിൽ എന്താവുന്നുള്ളൂ പറയുന്നുള്ളൂ. അപ്പൊ ഇതാണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ B is equal to 1 4 5 അല്ലെ ആണെങ്കിൽ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? യെസ്, ഓക്കെ, ഇങ്ങനെയായിരിക്കും അല്ലെ. 1 4 5 കോളം മെട്രിക്സ് അല്ലെ. ഇനി സി ഇസ് ഈക്വൽ ടു എന്താണ്? 1 3 4 1 അല്ലെ ആണെങ്കിൽ സി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും 1 3 4 1 വരിക. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ അതാണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് റീഫ്രഷ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തത് എന്താണ്? ചില പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് നമുക്ക് വേണം സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണ്? എ ആണ്. അഥവാ ഒരു മെട്രിക്സിന്റെ പിന്നെ 2 തവണ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ സെയിം മെട്രിക്സ് നമുക്ക് തിരിച്ചു കിട്ടും. റെഡി? അതേപോലെ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലെ. അപ്പൊ കെ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് പുറത്തേക്ക് വെക്കാം. അല്ലെ ഇസ് ഈക്വൽ ടു എന്താണ്? കെ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണെന്ന് അറിയാം. ഓക്കെ, പിന്നെ അടുത്തത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഈസ് സംതിങ് ബട്ട് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ആൻഡ് ആൾസോ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ഇറ്റ് ഈസ് സംതിങ് ബട്ട് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, നേരെ തിരിച്ചാ വരിക. ഓക്കെ, അതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇവിടെ എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ആയിക്കോട്ടെ, എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ആയിക്കോട്ടെ, അതെങ്ങനെയാ? യെസ്, എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് അല്ലെങ്കിൽ എന്താണ്? എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. പക്ഷേ എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസ് ആകുന്ന സമയത്ത് അത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എന്നാണ് എ ട്രാൻസ്പോസ്. പ്രത്യേകം മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ട്രേസ് ഓഫ് അത് നമ്മൾ ഇപ്പോഴത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതോടൊപ്പം തന്നെ എ ട്രാൻസ്പോസ് ദ ഹോൾ റൈസ് ടു എന്ന് പറഞ്ഞാൽ എ റൈസ് എൻ ദ ഹോൾ ട്രാൻസ്പോസ് ആണ്. അത് തിരിച്ചു മറിച്ചൊക്കെ നമ്മൾ എന്താക്കേണ്ടി വരും? യൂസ് ചെയ്യേണ്ടി വരും. റെഡി അല്ലേ? അത് നമ്മൾ എന്താക്കുക? മനസ്സിലാക്കി വെക്കുക നമ്മുടെ ട്രാൻസ്പോസിന്റെ ചില പ്രോപ്പർട്ടീസ്. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്തത് തന്നെ നമുക്ക് എന്താക്കാം? എന്താണ് സിമെട്രിക്, എന്താണ് സ്ക്യൂ സിമെട്രിക് അല്ലെ എന്ന് പറഞ്ഞ സംഗതി നമുക്ക് പഠിക്കും. അതിനുശേഷം നമുക്ക് JEE സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2-3 ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് എന്താക്കാം? ചെയ്യാം. റെഡി? അപ്പൊ അതിന് എന്താണ് മക്കളെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? അതായത് സപ്പോസ് ഞാനൊരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് ഓക്കെ എനിക്ക് സെയിം മെട്രിക്സ് ആയ എ തന്നെ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കും. റെഡി അല്ലേ? ഇനി ഒരു മെട്രിക്സിന് ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് ഓക്കെ നെഗറ്റീവ് എ ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്? അതിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് നമ്മൾ എന്താക്കുക? വിളിക്കുക. റെഡി അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിളും കൂടി എന്ത് ചെയ്യാം? നമുക്ക് പറയാം അല്ലെ. അപ്പൊ സിമെട്രിക് മെട്രിക്സിനും അതോടൊപ്പം തന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനും ഞാൻ എന്താക്കി തരാം മക്കളെ? എക്സാമ്പിൾ കൂടി ഒന്ന് പറഞ്ഞു തരാം. റെഡി? യെസ്, ഓക്കെ, റെഡി. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എ അല്ലെ ഒരു 2/2 വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിൽ എന്താണ്? 2/2 ആണ്. റെഡി? അപ്പോൾ 2/2 മെട്രിക്സ് ഞാൻ പറയാണ്. അതിന്റെ സിമെട്രിക് മെട്രിക്സ് പറയുമ്പോൾ 2 3 അല്ലെ. ഇത് 1 ഓക്കെ 1. റെഡി അല്ലേ? ശ്രദ്ധിക്കാം മക്കൾ, ഇതിന് ട്രാൻസ്പോസ് എടുത്ത് നോക്കിയാട്ടെ. എ ട്രാൻസ്പോസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരിക. യെസ്, 2 1 അല്ലെ 1 3 എന്ന് തന്നെയാണ് വരിക അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണ്? എ എന്നാണ് വരിക. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സിമെട്രിക് മെട്രിക്സ് പെട്ടെന്ന് എടുത്തെഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കാം മക്കളെ, ഇത്രയേ ഉള്ളൂ. ഡയഗണൽ എലമെന്റ്സ് നമുക്ക് എന്ത് വേണമെങ്കിലും എന്താക്കാം? എഴുതാം. റെഡി അല്ലേ? എന്ത് വേണമെങ്കിലും ഡയഗണൽ എലമെന്റ്സ് നമുക്ക് എന്താക്കാം? എഴുതാം. ഓക്കെ അല്ലേ? പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ A12 എന്ന് പറഞ്ഞ എലമെന്റും A21 എന്ന് പറഞ്ഞ എലമെന്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അഥവാ ഇവിടുത്തെ എലമെന്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? സിമെട്രിക് മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്. ശ്രദ്ധിക്കുക, ഒരു 3 4 അല്ലെ 3 4 അത് നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. ഇനി ഇവിടെ 2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താക്കണം? നമ്മൾ 2 കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ബി ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് ബി തന്നെ കിട്ടും. ഓക്കെ അല്ലെ? സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, 2/2.
റെഡി. ഇനി ശ്രദ്ധിക്കുക, ഇനി 3/3 വേണമെങ്കിൽ ഞാൻ എന്താക്കാം ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. ഓക്കെ, എ അല്ലേ. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ ഡയഗണൽ എലമെന്റ്സ് നമ്മൾ എന്താക്കുക, നമ്മൾ സെയിം കൊടുക്കുക അല്ലെ, ഇഷ്ടമല്ല വേണമെങ്കിൽ കൊടുക്കാം. റെഡി അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ശ്രദ്ധിക്കുക, അപ്പർ ട്രയാങ്കിൾ നമ്മൾ എന്താക്കുന്നു, ഫില്ല് ചെയ്യുന്നു. ഓക്കെ അല്ലെ. അഥവാ 1 ഇത് ഞാൻ ചുമ്മാ 2 3 -4 കൊടുത്തെന്ന് വിചാരിക്കാം. റെഡി അല്ലേ. അപ്പോൾ ഇവിടെ 2 3 -4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, ശ്രദ്ധിക്കുക, ഇവിടെ എന്തായിരിക്കും, ഇതേപോലെ 2 3 -4 ആയിരിക്കും. മനസ്സിലായില്ലേ. ഇത് 2 3 -4 ആണെങ്കിൽ ഇവിടെയും നമ്മൾ എന്താക്കുക, 2 3 -4 എന്ന് തന്നെയാണ് നമ്മൾ എന്താക്കുക, എഴുതുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന മക്കൾക്ക്. റെഡി അല്ലേ. യെസ്. ഓക്കെ. അപ്പോൾ അതിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ A12 ആണ് അല്ലെ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താണ്, A21 ആണ്. A12ഉം A21ഉം ഈക്വൽ ആയിരിക്കും. ഓക്കെ. അതേപോലെ A13ഉം A31ഉം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ. അതേപോലെ A23ഉം A32ഉം എന്തായിരിക്കും മക്കളെ, ഈക്വൽ ആയിരിക്കും. ജനറലി പറയുകയാണെങ്കിൽ AIJയും അതേപോലെ AJIയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് അതിന്റെ എന്ത് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അതന്നെയാണ് നമ്മൾ സിമെട്രി മാട്രിക്സിൽ എന്താക്കുന്നത്, പറയുന്നത് AIJ ഈസ് ഈക്വൽ ടു എന്താണ്, AJI. ഓക്കെ. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താക്കാം, സ്ക്യൂ സിമെട്രി മാട്രിക്സ് നമുക്ക് എന്താക്കാം, എക്സാമ്പിൾ വെച്ച് ഉണ്ടാക്കി തരാം. ഓക്കെ. അതായത് ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു അല്ലെ. അപ്പം ഞാനിവിടെ എന്താണ് 0 എഴുതി, ഇവിടെ 0 എഴുതി. അപ്പോൾ സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും നമ്മൾ 0 ആണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി ബാക്കി എലമെന്റ്സോടാ, അപ്പോൾ ഇവിടെ ഞാൻ 1 എഴുതി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ അതിനെ നെഗറ്റീവ് ഇവിടെ കൊടുക്കുക, -1. മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ A ട്രാൻസ്പോസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ 0 അല്ലെ, -1 അല്ലെ, പിന്നെ എന്താണ്, യെസ് 1 0 എന്ന് വരും. റെഡി അല്ലേ. ഞാൻ നെഗറ്റീവ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ A ട്രാൻസ്പോസ് അല്ലെ, നെഗറ്റീവ് ഓഫ് 0 1 അല്ലെ, -1 0 എന്ന് വരും. റെഡി അല്ലേ. അതായത് A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്ത് വേണം മക്കളെ, യെസ് -A എന്ന് ഇവിടെ കിട്ടി. ക്ലിയർ ആയില്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താക്കുക, എഴുതുക അല്ലെ. ഒരു എക്സാമ്പിൾ അടുത്ത് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, A ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ B ഈസ് ഈക്വൽ ടു നോക്കണേ, മറ്റൊരു മെട്രിക്സ്. ഓക്കെ. അപ്പോൾ ഞാൻ സ്ക്യൂ സിമെട്രിക് ആണ് എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് 0 അല്ലെ, ഇവിടെ എന്താണ് 0 എന്ന് കൊടുത്തു. എടാ ക്ലിയർ ആയില്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുകയാണ്, ഇവിടെ 3 ഞാൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് നമ്പർ വേണം ഇവിടെ എന്താക്കാൻ, കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അഥവാ ഇത് A12 ആണ്, ഇതെന്താണ് A21 ആണ്. ഓക്കെ. അഥവാ A12 ഈസ് ഈക്വൽ ടു എന്താണ്, -A21 ആവണം. ജനറലി AIJ ഈസ് ഈക്വൽ ടു -AJI ആവണം. മനസ്സിലായില്ലേ. അതാണ് ഇവിടെ എന്താക്കിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, AJI ഈസ് ഈക്വൽ ടു -AIJ. ക്ലിയർ ആയോ. അപ്പോൾ അതാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത്. റെഡി അല്ലേ. അപ്പോൾ അതാണ് എന്താ മക്കളെ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഞാൻ എന്താക്കാം, ഒരു 3/3 സ്ക്യൂ സിമെട്രിക് ആണ് ഞാൻ എഴുതുന്നത് വിചാരിക്കാം. ഓക്കെ. ഒരു 3/3 സ്ക്യൂ സിമെട്രിക് ആണ് ഞാൻ എഴുതുന്നത് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കുക ചെയ്യുക, ഇവിടെ A ഈസ് ഈക്വൽ ടു, ഓക്കെ, ഞാൻ ആദ്യം എന്താക്കുന്നു, ഡയഗണൽ എലമെന്റ്സ് എഴുതും. ഓക്കെ. അപ്പോൾ 0 0 0. ഓക്കെ. എന്നിട്ട് ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ഫില്ല് ചെയ്തു, അപ്പർ ട്രയാങ്കിൾ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ എന്താക്കുക, ഇത് 2 3 അല്ലെ -4 കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫില്ല് ചെയ്തതിന്റെ നെഗറ്റീവ് നമ്പർ കൊണ്ട് വേണം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യാൻ. ഓക്കെ. അഥവാ ഇവിടെ -2 -3 അതേപോലെ ഇവിടെ എന്ത് വരണം മക്കളെ, 4 എന്ന് വരും. ഓക്കെ. അതായത് നമുക്കറിയാം ഈ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A12 ആണ്, ഇതെന്താണ് A21 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് A12 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് A21 അല്ലെ. A13 ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ ഇത് A31 ആണ് അല്ലെ. A13 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് A31. ഓക്കെ അല്ലെ. ആൻഡ് ഫൈനലി ഇവിടെ A23 ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ A32 അല്ലെ. A23 ഈസ് ഈക്വൽ ടു എന്താണ്, നെഗറ്റീവ് ഓഫ് A32. ഓക്കെ മക്കളെ. റെഡി അല്ലേ. ജനറലി പറയുകയാണെങ്കിൽ AIJ ഈസ് ഈക്വൽ ടു എന്താണ്, നെഗറ്റീവ് ഓഫ് AJI എന്ന് വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ. അതാണ് ഞാൻ സാന്ദർഭികമായിട്ടത് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് സ്ക്യൂ സിമെട്രിക് നമ്മൾ എന്തൊക്കെ എഴുതുക. ഞാനൊരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിളും കൂടി എഴുതി കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് 0 0 0. ഓക്കെ. അപ്പോൾ 0 0 0 ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നമ്പർ കൊടുക്കുകയാണ് 3 2 -1 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ 3 അല്ലെ, അപ്പോൾ അതിന് നെഗറ്റീവ് ഇവിടെ കൊടുക്കുക. അപ്പോൾ -2 അതിന് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ +2 -1 അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ +1. മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ. ഇനി നമുക്ക് എന്താക്കാം മക്കളെ, ജെയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങൾ നമുക്ക് എന്താക്കാം ചെയ്യാം. റെഡി അല്ലേ. ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, ഫസ്റ്റ് എന്താ, ലെറ്റ് A and B be any 3/3 സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് റെസ്പെക്റ്റീവ്ലി, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എയും ബിയും എന്താണ്, യെസ്, ഓക്കെ, ഒരു സിമെട്രിക്കും അതേപോലെ തന്നെ സ്ക്യൂ സിമെട്രിക്കും മെട്രിക്സസ് ആണ്. റെഡി അല്ലേ. അപ്പോൾ മക്കളെ അങ്ങനെ പറയുകയാണെങ്കിൽ നോക്കണേ, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം അല്ലേ, എന്താ, യെസ്, A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആണ് അല്ലേ. ഓക്കെ. B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, -A ആണ്.
അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് നോട്ട് ട്രൂ എന്നാണ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഓപ്ഷൻ എ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? എ റൈസ് 4 അല്ലെ മൈനസ് ബി റൈസ് 4 ഓക്കെ അല്ലെ യെസ് ഓക്കെ ഈസ് എ സിമെട്രിക് മെട്രിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെയാണ് മക്കളെ ചെക്ക് ചെയ്യുക? അഥവാ എ റൈസ് 4 മൈനസ് ബി റൈസ് 4 സിമെട്രിക് മെട്രിക്സ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? ഒന്നുമില്ല, എ റൈസ് 4 മൈനസ് ബി റൈസ് 4 ഹോൾ ട്രാൻസ്പോസ് നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടണം പറഞ്ഞാട്ടെ? യെസ്, എ റൈസ് 4 മൈനസ് ബി റൈസ് 4 തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് സിമെട്രിക് ആണ്. അതിന് അതല്ല വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ്. മനസ്സിലായാലേ? അപ്പോൾ നമുക്ക് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ടു ചെക്ക് ആണ്. റെഡി? അപ്പോൾ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താണ് എ റൈസ് 4 മൈനസ് ബി റൈസ് 4 അല്ലെ ദ ഹോൾ ട്രാൻസ്പോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ എന്താണ്? യെസ്, എ റൈസ് 4 ഹോൾ ട്രാൻസ്പോസ് അല്ലെ മൈനസ് എന്താണ് മക്കളെ? ബി റൈസ് 4 ഹോൾ ട്രാൻസ്പോസ് അല്ലെ. ഇത് ഏത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് മൈനസ് എന്താണ്? ബി ട്രാൻസ്പോസ് അല്ലെ, ആ പ്രോപ്പർട്ടി പ്രകാരം. റെഡി അല്ലേ? ഇനി മക്കളെ എ റൈസ് 4 ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് എഴുതാൻ പറഞ്ഞാട്ടെ? യെസ്, എ ട്രാൻസ്പോസ് ദ ഹോൾ പവർ 4 എന്ന് കൊടുക്കാം. റെഡി അല്ലേ? ഇനി ബി റൈസ് 4 ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കാം? യെസ്, ബി ട്രാൻസ്പോസ് ദ ഹോൾ പവർ 4 എന്ന് കൊടുക്കാം. റെഡി അല്ലേ? ഇനി ആൾസോ വാട്ട് ഇസ് എ ട്രാൻസ്പോസ്? എ ട്രാൻസ്പോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? യെസ്, എ ട്രാൻസ്പോസ് ഇസ് അതിപ്പെട്ട് എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി അല്ലേ? ആൻഡ് വാട്ട് ഇസ് ബി ട്രാൻസ്പോസ്? ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ട്രാൻസ്പോസ് മൈനസ് എ അല്ല മക്കളെ. യെസ്, എന്താണത്? യെസ്, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് ബി ആണ് അല്ലേ? ഓക്കെ, സോറി, എ ട്രാൻസ്പോസ് ഈസ് ഞാൻ എന്താ എഴുതിയത്? ഓക്കെ, യെസ്, എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണ് അല്ലെ. ആൻഡ് ആൾസോ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ബി ആടാ. ക്ലിയർ ആയോ? റെഡി അല്ലേ? യെസ്, ഓക്കെ, അത് തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. റെഡി? അപ്പോൾ ഇവിടെ എ ട്രാൻസ്പോസ് നമുക്ക് അറിയാൻ എന്താണ്? ഇവിടെ എ റൈസ് 4 എന്ന് കിട്ടി. മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമെന്നാണ് മൈനസ് ബി ആണ്. സോ മൈനസ് ബി ദ ഹോൾ പവർ 4 എന്നായിടാ. റെഡി അല്ലേ? അപ്പൊ മക്കളെ എന്താണ് മൈനസ് ബി പവർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നെഗറ്റീവ് റൈസ് ടു ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് പോസിറ്റീവ് ആണ് അല്ലെ, എ റൈസ് 4 അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി പറഞ്ഞാട്ടെ? ദിസ് സംതിങ് മട്ട. യെസ്, ഇത് കിട്ടി അല്ലേ? അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ റൈസ് 4 അല്ലെ മൈനസ് ബി റൈസ് 4 ദ ഹോൾ ട്രാൻസ്പോസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി അതെന്താണ്? എ റൈസ് 4 മൈനസ് ബി റൈസ് 4 ആണ്. സോ അത് സിമെട്രിക് ആണ് നമുക്ക് എന്തായി മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമാണ്. നമുക്കവിടെ തെറ്റായിട്ടുള്ള കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. റെഡി? ഇതിനകത്തുനിന്ന് എ ബി മൈനസ് ബി എ ഇസ് എ സിമെട്രിക് മെട്രിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് എന്താക്കാം? ചെക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ടു ചെക്ക് ഓപ്ഷൻ ബി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? യെസ്, എ ബി മൈനസ് ബി എ ഇസ് സിമെട്രിക് എന്നാണ്. അപ്പോൾ എ ബി മൈനസ് ബി എ സിമെട്രിക് ആവണമെങ്കിൽ എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവണം മക്കളെ? യെസ്, എ ബി മൈനസ് ബി എ തന്നെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കണം. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇന്ന് നോക്കിയിട്ട് യെസ്, എ ബി മൈനസ് ബി എ the whole transpose അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know what is that? Yes, AB the whole transpose മൈനസ് എന്താണ് മക്കളെ? BA the whole transpose ആണ്. റെഡി അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തിയറി പ്രകാരം അല്ലെ, ഏത് ഇതേ തിയറി പ്രകാരം. റെഡി അല്ലേ? ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഈ AB the whole transpose നമുക്ക് എന്ത് എഴുതാൻ പറഞ്ഞാട്ടെ? യെസ്, B transpose into A transpose എന്ന് കൊടുക്കാം. ഓക്കെ, അതേപോലെ BA the whole transpose നമുക്ക് പറഞ്ഞ എന്താ മക്കളെ? യെസ്, A transpose into എന്താണ്? യെസ്, B transpose എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഇത്? ഏത് തിയറി പ്രകാരം? യെസ്, നമുക്കറിയാം എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ യെസ്, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് റിവേഴ്സൽ ലോ പ്രകാരം. And also we know B transpose is what? Minus B ആണ് അല്ലെ. B transpose is something what? എന്താണ്? മൈനസ് ബി ആണ് അല്ലെ. A transpose എന്ന് പറയുമ്പോൾ എ ആണ്, നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഓക്കെ, മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എ ആണ്. ബി ട്രാൻസ്പോസ് നമുക്കറിയാം എന്താണ്? മൈനസ് ബി ആണ്. ഓക്കെ അല്ലെ. സോ നമുക്ക് ഇവിടെ മൈനസ് ബി എ പ്ലസ് എന്ത് വരണം മക്കളെ? എ ബി അല്ലെ. അതായത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? യെസ്, എ ബി മൈനസ് ബി എ എന്ന് മനസ്സിലാക്കാം. റെഡി അല്ലേ? അവിടെ നിന്ന് മനസ്സിലായി. യെസ്, എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി മൈനസ് ബി ആണ്. അപ്പൊ അവിടെ എന്താണെന്ന് മനസ്സിലായിടാ മക്കളെ? യെസ്, ഇറ്റ് ഈസ് എന്താണ്? സിമെട്രിക് ആണ്. നമുക്ക് എന്തായി മനസ്സിലാക്കി കഴിഞ്ഞു. മനസ്സിലായില്ലേ? റെഡി അല്ലേ? ഇനി അടുത്ത ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമുക്ക് എന്താക്കാം? സി, ഓപ്ഷൻ സി നോക്കാം അല്ലെ. അപ്പൊ ഓപ്ഷൻ സി പറയുന്നത് എന്താണ്? യെസ്, വാട്ട് ഇസ് ബി റൈസ് 5 മൈനസ് എ റൈസ് 5 ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് ഓപ്ഷൻ ബി എന്താക്കുന്നത് സി പറയുന്നത്. റെഡി അല്ലേ? ശ്രദ്ധിക്കുക. അപ്പൊ ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് നോക്കാം. എന്താണ്? ബി റൈസ് 5 അല്ലെ. അപ്പൊ ഓപ്ഷൻ സിയിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഓക്കെ, ഓപ്ഷൻ സി നമ്മൾ ചെക്ക് അല്ലെ, നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബി റൈസ് 5 മൈനസ് എ റൈസ് 5 അല്ലെ. ബി റൈസ് 5 മൈനസ് എ റൈസ് 5 ദ ഹോൾ ട്രാൻസ്പോസ് അല്ലെ. അത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ യെസ്, നെഗറ്റീവ് ഓഫ് ബി റൈസ് 5 മൈനസ് എ റൈസ് 5 എന്ന് കിട്ടണം. റെഡി അല്ലേ? അങ്ങനെ കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം നോക്കാം.
റെഡി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്ക്യൂ സിമെട്രിക് അല്ലേ മക്കളെ? യെസ് ഓക്കെ. സോ നമ്മൾ നോക്കിയാട്ടെ. യെസ് ബി റൈസ്. അപ്പോൾ നമ്മൾ ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ b⁵ മൈനസ് a⁵ ദ ഹോൾ ട്രാൻസ്പോസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b⁵ ദ ഹോൾ ട്രാൻസ്പോസ് മൈനസ് a⁵ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരും. റെഡി അല്ലേ? സോ നമ്മുടെ പ്രകാരം അല്ലേ, അപ്പോൾ b⁵ ദ ഹോൾ ട്രാൻസ്പോസ് നമുക്ക് b ട്രാൻസ്പോസ് ഹോൾ റൈസ് 5 എന്ന് കൊടുക്കാം. a⁵ ദ ഹോൾ ട്രാൻസ്പോസിന് a ട്രാൻസ്പോസ് ഹോൾ പവർ എന്താക്കാം നമുക്ക് 5 എന്ന് കൊടുക്കാം. ശരിയല്ലേ? എടാ മക്കളെ b ട്രാൻസ്പോസ് നമുക്ക് അറിയാമെന്നാണ് മൈനസ് ബി ആണ് അല്ലെ ദ ഹോൾ പവർ 5. a ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്ക് a ആണ് ദ ഹോൾ പവർ 5. ഓക്കെ, നമുക്കറിയാം മൈനസ് ബി ദ ഹോൾ പവർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാടാ? മൈനസ് ബി തന്നെയാണ്. എടാ റെഡിയല്ലേ? യെസ് ഓക്കെ. മൈനസ് a⁵ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഓക്കെ മൈനസ് ബി പവർ 5 അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കാം? യെസ് a⁵ എന്ന് കിട്ടി. റെഡി അല്ലേ? സോ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് ഓഫ് b⁵ മൈനസ് a⁵. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ എന്തല്ല മക്കളെ? നോട്ട് സ്ക്യൂ സിമെട്രിക് അല്ലെ. അവൻ എന്തല്ല? സ്ക്യൂ സിമെട്രിക് അല്ല അല്ലെ. അപ്പൊ നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ അഥവാ ഓപ്ഷൻ സി. അപ്പൊ അതാണ് നമുക്ക് എന്താ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ റെഡി അല്ലേ? ഇനി മക്കളെ ഓപ്ഷൻ ഡി നിങ്ങൾ എന്താക്കുക? സ്വയമേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് ശരിയായിട്ട് കിട്ടും. നമ്മൾ ഇതുവരെ പഠിപ്പിച്ചത് വെച്ച് നിങ്ങൾ എന്താക്കുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഓപ്ഷൻ ഡി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ എന്താ ചെക്ക് ചെയ്യേണ്ടത്? യെസ് എ ബി പ്ലസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് എ ബി പ്ലസ് ബി എ കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ എന്താക്കുന്നത് ഇവിടെ നോക്കേണ്ടത്. നിങ്ങളൊന്ന് സ്വമേധയാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. റെഡി അല്ലേ? ഇത് മക്കളെ അടുത്തത് നമുക്ക് ജെയ് മെയിൻ അല്ലെ 2023 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജെയ് അഡ്വാൻസ്ഡ് 2015 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ ജെയ് അഡ്വാൻസ്ഡ് 2015 ക്വസ്റ്റ്യൻ ഞാൻ എന്താക്കി തരാം? നിങ്ങൾ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ജെയ് മെയിൻ 2023 ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് എന്താക്കുക? ട്രൈ ചെയ്യും കേട്ടോ. റെഡി അല്ലേ? യെസ്. അപ്പൊ ഇതെന്താ ക്വസ്റ്റ്യൻ? ലെറ്റ് എക്സ് ആൻഡ് വൈ ഓക്കെ ബി 2 ആർബിട്രറി 3x3 non-zero skew symmetric matrix and Z be an arbitrary 3x3 non-zero symmetric matrix. Then which of the following matrices are skew symmetric? Okay അല്ലേ? നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സും വൈയും എന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താക്കാം? എക്സ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്നും വൈ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ എന്നും കൊടുക്കാം. ആൻഡ് ആൾസോ സെഡ് ഈസ് എന്താണ്? സിമെട്രിക് മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ സെഡ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ഇസഡ് എന്നും കൊടുക്കാം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ എക്സും വൈയും സ്ക്യൂ സിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ എക്സ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ നമ്മൾ എക്സ് എന്ന് കൊടുക്കാം. വൈ സെഡ് സിമെട്രിക് ആണ്. അതേപോലെ സെഡ് ട്രാൻസ്പോസ് ഈക്വൽ നമുക്ക് സെഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സ്ക്യൂ സിമെട്രിക്? മക്കളെ ശ്രദ്ധിക്കുക, ഇത് എന്താണ്? മോർ ദാൻ വൺ കറക്റ്റ് ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ എന്താക്കണം? ചെക്ക് ചെയ്ത് നോക്കണം. റെഡി അല്ലേ? അപ്പൊ ആദ്യം ഓപ്ഷൻ എ ഞാൻ എന്ത് ചെയ്യാണ്? ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് ഇപ്പം ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഈ ടൈപ്പ് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ y³ z⁴ അല്ലെ മൈനസ് z⁴ y³ അല്ലെ. അപ്പോൾ ഓപ്ഷൻ എ പ്രകാരം ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഹോൾ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? യെസ് നെഗറ്റീവ് ഓഫ് y³ z⁴ മൈനസ് z⁴ y³ എന്ന് കിട്ടണം. റെഡി അല്ലേ? സോ നമുക്കത് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റെഡി അല്ലേ? ശ്രദ്ധിക്കാം മക്കളെ. അപ്പോൾ നമുക്കിവിടെ യെസ് നമ്മൾ ആദ്യം y³ z⁴ അല്ലെ മൈനസ് z⁴ y³ ദ ഹോൾ ട്രാൻസ്പോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി പ്രകാരം y³ z⁴ അല്ലെ ദ ഹോൾ ട്രാൻസ്പോസ് ഓക്കെ മൈനസ് z⁴ y³ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് അത് വരും. റെഡി അല്ലേ? യെസ് ഓക്കെ. ഇനി അടുത്ത മക്കളെ എന്താണ് y³ z⁴ ഹോൾ ട്രാൻസ്പോസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ എന്താണത്? യെസ് റിവേഴ്സൽ ലോ പ്രകാരം z⁴ ദ ഹോൾ ട്രാൻസ്പോസ് അല്ലെ ഇൻറ്റു y³ ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ അല്ലെ? മൈനസ് ഇവനും എന്താവും? യെസ് z⁴ അല്ലെ ഇവിടെ എന്താ? y³ ഹോൾ ട്രാൻസ്പോസ് അല്ലെ നേരെ തിരിച്ചു വരും അല്ലെ? y³ ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു z⁴ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരും. ഓക്കെ, y³ ഹോൾ ട്രാൻസ്പോസ് അല്ലെ ഇൻറ്റു എന്താണ്? z⁴ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരും. മനസ്സിലായില്ലേ? സോ മക്കളെ z⁴ ഹോൾ ട്രാൻസ്പോസ് അല്ലെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കാം? z ട്രാൻസ്പോസ് ഹോൾ പവർ 4 എന്ന് എഴുതാം. ഇതിന് y ട്രാൻസ്പോസ് ഹോൾ ക്യൂബ് എന്ന് കൊടുക്കാം. ഇതിന് y ട്രാൻസ്പോസ് ഹോൾ ക്യൂബ് എന്ന് കൊടുക്കാം. ഇവിടെ z ട്രാൻസ്പോസ് ഹോൾ പവർ 4 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലെ? എടാ മക്കളെ z ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇവിടെ? z ആണ് അല്ലെ? അപ്പൊ ഇവിടെ z⁴ എന്ന് വരും. ഇനി y ട്രാൻസ്പോസ് നമുക്കറിയാം എന്താണ്? യെസ് മൈനസ് y ആണ്. സോ മൈനസ് y ദ ഹോൾ ക്യൂബ് എന്ന് വരും അല്ലെ? എഗെയിൻ ഇവിടെ മൈനസ് y ദ ഹോൾ ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇത് z⁴ എന്ന് വരും.
വരും. ക്ലിയർ അല്ലേ? സോ മക്കളെ ഇതെന്താ സാധനം z⁴ ഇൻറ്റു അല്ലെ മൈനസ് വൈ ദ ഹോൾ ക്യൂബ് നമുക്കറിയാമെന്നാണ് മൈനസ് വൈ ക്യൂബ് ആണ് അല്ലെ. ഇവിടെ നോക്കിയാൽ ഈ രണ്ട് മൈനസും കൂടിയും പ്ലസ് ആവും അല്ലെ, കാരണം മൈനസ് വൈ ദ ഹോൾ ക്യൂബ് മൈനസ് വൈ ക്യൂബ് ആണ്. അപ്പൊ ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആവും. ഓക്കെ, വൈ ക്യൂബ് അല്ലെ ഇൻറ്റു എന്താണ് z⁴ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ക്യൂബ് z⁴ മൈനസ് z⁴ വൈ ക്യൂബ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടേണ്ടത് അതല്ല, നമുക്ക് അതിന്റെ നെഗറ്റീവ് ആണ് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല സ്ക്യൂ സിമെട്രിക് അല്ല അല്ലെ, വേണമെങ്കിൽ അത് എന്താണ് സിമെട്രിക് ആണെന്ന് പറയാം, നോട്ട് സ്ക്യൂ സിമെട്രിക്. ഓക്കെ, സോ ഓപ്ഷൻ എ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. റെഡി അല്ലേ? ഇനി ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഓപ്ഷൻ ബി നോക്കാം അല്ലെ. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ x⁴ പ്ലസ് y⁴. റെഡി അല്ലേ? x⁴ പ്ലസ് y⁴. ഓക്കെ, അവന്റെ കാര്യം നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. 44 ആണോ? യെസ് 44 അല്ലെ. യെസ് നോക്കണേ, തെറ്റിപ്പോയില്ലല്ലോ. 4. ഓക്കെ, 44 ആണ് അല്ലെ. അപ്പൊ x⁴ അല്ലെ പ്ലസ് y⁴. അവൻ സ്ക്യൂ സിമെട്രിക് ആണോ നോക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കുക, ഇതിന് ഹോൾ ട്രാൻസ്പോസ് എടുത്തിട്ട് നമ്മൾ ഇതാണ് ടു ചെക്ക് അല്ലെ, ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. റെഡി അല്ലേ? നമുക്ക് എന്ത് കിട്ടണം? നെഗറ്റീവ് ഓഫ് x⁴ പ്ലസ് y⁴ ഹോൾ ട്രാൻസ്പോസ് ആവണം. ഓക്കെ, അപ്പൊ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, x⁴ പ്ലസ് y⁴ ഹോൾ ട്രാൻസ്പോസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁴ ദ ഹോൾ ട്രാൻസ്പോസ് അല്ലെ പ്ലസ് y⁴ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരും. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, യെസ് എക്സ് ട്രാൻസ്പോസ് ഹോൾ റേസ് 44 ഓക്കെ പ്ലസ് എന്താണ് y ട്രാൻസ്പോസ് ഹോൾ റേസ് 44 എന്ന് വരും. മക്കളെ എന്താണ് എക്സ് ട്രാൻസ്പോസ്? നമുക്കറിയാം. വാട്ട് ഇസ് എക്സ് ട്രാൻസ്പോസ്? ഇറ്റ് ഈസ് സംതിങ് കോൾഡ് മൈനസ് എക്സ് ആണ്. റെഡി അല്ലേ? യെസ് മൈനസ് എക്സ് ദ ഹോൾ പവർ 44 അല്ലെ. y ട്രാൻസ്പോസ് എന്ന് പറയുന്നതാണ് മൈനസ് വൈ ആണ് അല്ലെ. സോ മൈനസ് വൈ ദ ഹോൾ പവർ 44. റെഡി അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പവർ 44 അല്ലെ പ്ലസ് y പവർ 44 എന്ന് വരും അല്ലെ. അപ്പൊ അതും എന്തല്ല സ്ക്യൂ സിമെട്രിക് അല്ല. നമുക്ക് കിട്ടേണ്ടത് നെഗറ്റീവ് ഓഫ് എക്സ് പവർ 44 പ്ലസ് y പവർ 44 ആണ് നമുക്ക് എന്താക്കേണ്ടത് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അത് നോട്ട് സ്ക്യൂ സിമെട്രിക് അല്ലെ. അതെന്തല്ല മക്കളെ? സ്ക്യൂ സിമെട്രിക് അല്ല. അപ്പൊ ഓപ്ഷൻ എന്തല്ല? ബിയും എന്തല്ല കറക്റ്റ് അല്ല എന്ന് മനസ്സിലായി. റെഡി അല്ലേ? ഇനി നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് നോക്കാം. എന്താണത്? x⁴z³ മൈനസ് z³ x⁴. നോക്കാം നമുക്ക്. റെഡി? അപ്പൊ ഓപ്ഷൻ അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ചെക്ക് ചെയ്യേണ്ടത് x⁴z³ അല്ലെ മൈനസ് z³ x⁴. റെഡി അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഹോൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? മൈനസ് ഓഫ് x⁴z³ മൈനസ് z³ x⁴ എന്ന് കിട്ടണം. റെഡി അല്ലേ? x⁴z³ മൈനസ് z³ x⁴ എന്ന് കിട്ടണം. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അതെന്താവുള്ളൂ? ശരിയാവുള്ളൂ. റെഡി അല്ലേ? നമുക്ക് നോക്കാം മക്കളെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, x⁴z³ അല്ലെ മൈനസ് z³ x⁴ ഹോൾ ട്രാൻസ്പോസ് നമുക്ക് എടുത്തു നോക്കാം. അപ്പൊ അങ്ങനെ ഹോൾ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും പറഞ്ഞിട്ട്? യെസ് x⁴z³ അല്ലെ ദ ഹോൾ ട്രാൻസ്പോസ് അല്ലെ മൈനസ് z³ x⁴ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരും. റെഡി അല്ലേ? അപ്പൊ നമുക്ക് റിവേഴ്സൽ ലോ പ്രകാരം ഇതെന്ത് വരും? യെസ് z³ ദ ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു x⁴ ദ ഹോൾ ട്രാൻസ്പോസ് അല്ലെ മൈനസ് x⁴ ദ ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു എന്താണ്? z³ ദ ഹോൾ ട്രാൻസ്പോസ്. റെഡി അല്ലേ? മക്കളെ എന്താണ് z³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് z ട്രാൻസ്പോസ്? നമുക്കറിയാം എന്താണ്? z ആണ് അല്ലെ. അപ്പൊ സോറി, നമുക്ക് പിന്നെ z ട്രാൻസ്പോസ് ദ ഹോൾ ക്യൂബ് അല്ലെ ഇൻറ്റു എന്താണ്? യെസ് എക്സ് ട്രാൻസ്പോസ് ദ ഹോൾ പവർ 4 മൈനസ് ഇവിടെ എന്താണ്? എക്സ് ട്രാൻസ്പോസ് ദ ഹോൾ പവർ 4 ഇൻറ്റു z ട്രാൻസ്പോസ് ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു. റെഡി അല്ലേ? നമ്മൾ എന്താണ് z ട്രാൻസ്പോസ്? നമുക്കറിയാം z ആണ്. എന്താണ് എക്സ് ട്രാൻസ്പോസ് ദ ഹോൾ പവർ 4 അല്ലെ? എക്സ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് സംതിങ് ബട്ട് മൈനസ് എക്സ് ആണ്. എടാ റെഡി അല്ലേ? സോ ഇവിടെ മൈനസ് എക്സ് ദ ഹോൾ പവർ 4 എന്ന് പറഞ്ഞാൽ പ്ലസ് എക്സ് തന്നെ വരും. റെഡി അല്ലേ? ഇനി മക്കളെ അഗെയിൻ എക്സ് ട്രാൻസ്പോസ് നമുക്കറിയാം എന്താണ്? മൈനസ് എക്സ് ആണ്. സോ മൈനസ് എക്സ് ദ ഹോൾ പവർ എന്ന് പറഞ്ഞാൽ x⁴ എന്ന് വരും. അപ്പൊ ഇതെന്താണ് മക്കളെ? z³ അല്ലെ. ഇവിടെ ക്യൂബ് ഉണ്ട്, ഇവിടെ ⁴ ഉണ്ട്. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? യെസ് നെഗറ്റീവ് ഓഫ് x⁴ z³ അല്ലെ മൈനസ് z³ x⁴ അല്ലെ. അപ്പൊ അത് കിട്ടി അല്ലെ. അപ്പൊ ഇതെന്തായി? സ്ക്യൂ സിമെട്രിക് അല്ലെ. അഥവാ ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ സ്ക്യൂ സിമെട്രിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്താക്കി മക്കളെ? കിട്ടി. അപ്പൊ അവൻ എന്തായി? സ്ക്യൂ സിമെട്രിക് ആയി. ഓക്കെ, മക്കൾക്ക് സെറ്റ് ആണെന്ന് വിചാരിക്കുകയാണ്. റെഡി അല്ലേ? ഇനി ഓപ്ഷൻ ഡി കൂടി നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. റെഡി അല്ലേ? ഓപ്ഷൻ ഡി കൂടി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ചെക്ക് ചെയ്യാം. എന്താ ഓപ്ഷൻ ഡി? x⁻23 പ്ലസ് y⁻23. ഓക്കെ, x⁻23 പ്ലസ് y⁻23 അല്ലെ. അവന്റെ കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ശ്രദ്ധിക്കുക. അപ്പൊ അവൻ ശ്രദ്ധിക്കുക, x⁻23 പ്ലസ് y⁻23 അല്ലെ. നമുക്കറിയാം അല്ലെ, അവൻ ആ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എന്താണ്? ദിസ് വൺ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് x⁻23 അല്ലെ. നെഗറ്റീവ് ഓഫ് x⁻23 അല്ലെ പ്ലസ് എന്താവണം മക്കളെ? y⁻23 ആവണം.
ക്ലിയർ ആയില്ലേ? റെഡി അല്ലേ? സോ നമുക്ക് നോക്കാം എന്താണിത്. യെസ്, x⁻23 പ്ലസ് y⁻23 ദ ഹോൾ ട്രാൻസ്പോസ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്. അത് എക്സ് ട്രാൻസ്പോസ് ഒരു സ്റ്റെപ്പ് ഞാൻ ചുരുക്കി. അത് നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യുക, x⁻23 ദ ഹോൾ ട്രാൻസ്പോസ് നോക്കി അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്ത് എക്സ് ട്രാൻസ്പോസ് ദ ഹോൾ ⁻23 എഴുതിയത് അല്ലേ. അപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് എന്താക്കി ചുരുക്കി ഡയറക്റ്റ് അങ്ങനെ ചെയ്യാം അല്ലേ. കാരണം നമ്മൾ തുടക്കത്തിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് ചുരുക്കാമല്ലോ. റെഡി അല്ലേ? അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ എന്താ യെസ് y ട്രാൻസ്പോസ് ദ ഹോൾ പവർ എന്തായി മക്കളെ 23 എന്നായിട്ട് മാറി. ക്ലിയർ ആയില്ലേ? യെസ്. ഓക്കെ, സോ വാട്ട് ഇസ് എക്സ് ട്രാൻസ്പോസ്? എക്സ് ട്രാൻസ്പോസ് ഈസ് -x. ഓക്കെ, സോ -x ഹോൾ പവർ 23. ഓക്കെ, y ട്രാൻസ്പോസ് ഈസ് -y അല്ലെ ദ ഹോൾ പവർ 23. മക്കളെ എന്താണ് നെഗറ്റീവ് x⁻23? നമുക്ക് നെഗറ്റീവ് ഓഫ് x⁻23 ഇതെന്താണ് നെഗറ്റീവ് ഓഫ് y⁻23. ഓക്കെ അല്ലേ? സോ നെഗറ്റീവ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യെസ് x⁻23 പ്ലസ് y⁻23 എന്നത്. ഓക്കെ അല്ലേ? സോ ഇത് എന്തായി സാറ്റിസ്ഫൈ ചെയ്യായി അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ എന്തായി മക്കളെ യെസ് ഹീസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് മാറി. റെഡി അല്ലേ? അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത്? ഓപ്ഷൻ സിയും അതേപോലെ ഓപ്ഷൻ ഡിയും. മനസ്സിലായില്ലേ? അത് രണ്ടും കറക്റ്റായിട്ട് കിട്ടി. മനസ്സിലായില്ലേ? അതാണ് ആൻസർ. ഓക്കെ, മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ആണ്. റെഡി? ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇതേപോലെ ഒരു ചോദ്യമുണ്ട് അല്ലെ. ജെയ്മിൻ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റക്കൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ നമ്മുടെ വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ശരിയാണോ അല്ലയോ എന്ന് തിരിച്ച് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ബൈ ബൈ, സീ യു, കാണാം.